ഉച്ചയ്ക്കുള്ളൊരു പ്രിപ്പറേഷൻ കണ്ടാലോ. അപ്പോൾ ദേ അരിയടുപ്പിലിട്ടിട്ടുണ്ട്. ഇടുമ്പോഴത്തേക്ക് ഒരു സ്പൂണും കൂടി ഇട്ടെടുത്താൽ ഒട്ടും തന്നെ കുക്കറിൽ നിന്ന് വെള്ളം പുറത്ത് വരത്തില്ലേ. പിന്നെ ദേ കുറച്ച് മുള്ളൻ മീനാണ് കേട്ടോ അവിടെ കിട്ടിയത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിടന്നൊരു മത്തിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു മുഴുത്ത മത്തിയായിരുന്നേ. പിന്നെ ദേ കിളിമീനാണ് കേട്ടോ. അപ്പോൾ കിളിമീൻ നമുക്ക് കറിയാക്കാം, മറ്റതിനെ നമുക്ക് വറുത്തും എടുക്കാം കേട്ടോ. അങ്ങനെ മുള്ളലിലേക്ക് ദേ അരപ്പൊക്കെ മിക്സ് ആക്കി എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് പുളിമുളകും വെക്കാം കിളിമീൻ. അപ്പോൾ അതിനുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം. മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ദേ കുഞ്ഞുള്ളി, വലിയൊരു തക്കാളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. എന്നിട്ട് ദേ അരഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ, വറുത്ത ഉലുവയാണ്, അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ അപ്പം അരപ്പ് റെഡിയായി കേട്ടോ. ഇനി മുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കിളിമീനും കൂടെ പറക്കിയിട്ട് കൊടുക്കാവേ. അപ്പോൾ ദേ നമ്മുടെ മീൻകറി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പം മീൻ ഫ്രൈയും ആവുന്നുണ്ട്. അപ്പം ഒരു മെഴുക്കുരുട്ടിക്ക് വേണ്ടിയിട്ട് ഇന്ന് മഷ്റൂമാണ് കേട്ടോ കിട്ടിയത്. അതിന് ക്ലീൻ ചെയ്തെടുക്കാവേ. ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതിന് ഒരു മെഴുക്കുരുട്ടിയാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറി മസാലപ്പൊടിയും ഒരു 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുരുട്ടി ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ദേ നല്ല കുറുകിയ പുളിമുളകും മഷ്റൂമും കൂട്ടിയിട്ട് ഒരു അടിപൊളി ഊണായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.